ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ നാട്ടിലാണേ. ഞങ്ങൾ നാട്ടിൽ ചേട്ടൻ്റെ ഒരു കസിൻ്റെ ഒരു കല്യാണത്തിന് കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കല്യാണ ചെക്കൻ്റെ പേര് സുബിൻ എന്നാണ്. ഇപ്പം ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് കല്യാണത്തിൻ്റെ തലേന്ന് നടത്തുമല്ലോ മധുരം വെപ്പ് ഫംഗ്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിലെ ഫംഗ്ഷനേക്കാളും കൂടുതൽ ഇഷ്ടം ചേട്ടൻ്റെ വീട്ടിലെ ഫംഗ്ഷന് വരാണ്. കാരണം ഒരുപാട് ബന്ധുക്കളുണ്ട് ചേട്ടന്. എന്തോരം ബന്ധുക്കളാണെന്നറിയോ. ചേട്ടൻ്റെ മമ്മിയുടെ വീട്ടിൽ തന്നെ 11 മക്കളാണ്. 11 മക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു മേളാണ് കേട്ടോ എല്ലാവരും. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ ഈ വർത്തമാനം പറയാനാണ് വരുന്നത്. ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഓരോ ഗ്രൂപ്പുകളുണ്ട്. എൻ്റെ ഗ്രൂപ്പിന് പറ്റിയ ഒരുപാട് പേരുണ്ട്. റിബിലി, അയന, നീതി ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുമാതിരി എൻ്റെ ഹിമയുടെ ഗ്രൂപ്പിന് പറ്റിയ ആൾക്കാരുണ്ട്, ചേട്ടൻ്റെ ഗ്രൂപ്പിന് പറ്റിയ ആൾക്കാരുണ്ട്, അന്നമ്മ, അങ്ങനെ കുട്ടികളുടെ ഗ്രൂപ്പിന് പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് ഭയങ്കര വർത്തമാനം പറയലൊക്കെയാണ് കേട്ടോ. ഈ പരിപാടിയുടെ ഇന്നത്തെ ഫംഗ്ഷൻ്റെയും നാളത്തെ ഫംഗ്ഷൻ്റെയും ആങ്കർ ഞാനാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം മുന്നേ ചെയ്തേക്കണ കാരണം വലിയ നാണൊന്നും തോന്നണില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടി നേരത്തെ വരാനൊക്കെ ആയിട്ട് പറഞ്ഞതായിരുന്നു. എൻ്റെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നേരെ ഇത്തിരി വൈകിട്ടാണ്. ഞാൻ 6 മണി കഴിഞ്ഞ് 6:30 എത്തിയപ്പം. അപ്പോഴുണ്ട് ആരും വലിയ കാര്യമായിട്ടൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും നേരെ വൈകിട്ടേ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു പദ്ധതിയൊക്കെ പൊളിഞ്ഞു. എന്നാലും 2 പ്രാവശ്യം ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് സമയം കിട്ടിയത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പ്, ഡാൻസ് കളിക്കുന്ന ഗ്രൂപ്പ്. ഇവരൊക്കെയാണ് നീതി ചേച്ചി, റിബിലി, അനു, അലീന, അയന, അവൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ, ഡയാന, പിന്നെ ചെക്കൻ്റെ പെങ്ങള് ധന്യമയും കൂടി ഉണ്ട്. അപ്പോൾ അവൾ ഇതിൽ പെട്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കളിക്കണേക്കാളും മുന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണതാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണതാണ്. അപ്പോൾ കളിച്ചു തുടങ്ങിയപ്പോൾ പകുതി ഒന്നും ഓർമ്മയൊന്നുമില്ല, എന്ത് കാട്ടാൻ പോവാണോ. അപ്പോൾ പക്ഷേ ഭാഗ്യത്തിന് വലിയ തിരക്കേടില്ലാണ്ട് കളിച്ചൊപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റി. നീതി ചേച്ചി നല്ല ഡാൻസറാണ് കേട്ടോ, നന്നായിട്ട് കളിക്കും. ചേച്ചിയുടെ ചെറുപ്പത്തിലൊക്കെ ആയിട്ട് നന്നായിട്ട് കളിച്ച് ഒരുപാട് സ്റ്റേജിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് നീതി ചേച്ചി. എനിക്ക് പിന്നെ കളിക്കുന്നുണ്ടെങ്കിലും ഇത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയിട്ടൊന്നും കളിക്കാൻ അറിയില്ല. പിന്നെയും ക്ലാസിക്കൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ കളിച്ച് കൂട്ടും. ഇങ്ങനെ സിനിമാറ്റിക്കൊന്നും ചെറുതായിട്ടൊക്കെ വഴങ്ങണുള്ളൂ. മധുരം വെപ്പ് ഫംഗ്ഷൻ അങ്ങനെ തുടങ്ങാറായി. അതിനായിട്ട് ഇതേ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ താലപ്പൊലിയായിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഇതിൽ ഞാനില്ല, ഞാൻ ആങ്കറായിട്ട് നിൽക്കണം, കാരണം ഞാൻ സ്റ്റേജ് മേലാണ് നിൽക്കണേ. ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ആഘോഷ രാവിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ മധുരം വെപ്പ് ഫംഗ്ഷൻ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി സുബിൻ്റെ നവവധു ആവാൻ പോകുന്ന കാതറിനും ഫാമിലിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് അവർ രണ്ടുപേരെയും ഈ സ്റ്റേജിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണ്. അവരെ വെൽക്കം ചെയ്യാൻ സുബിൻ്റെ കസിൻസ് ദീപം തെളിയിച്ച് റെഡിയായിരിക്കുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ഇൻവൈറ്റ് സുബിൻ ആൻഡ് കാതറിൻ ഓൺ ടു ദി സ്റ്റേജ്. അങ്ങനെ ചെക്കനും പെണ്ണിനെ ഞങ്ങൾ പുഷ്പാഭിഷേകം നടത്തിക്കൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ സമയത്ത് കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ മധുരവെപ്പ് ഫംഗ്ഷനിൽ വെച്ച പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾ തൊട്ട് അങ്ങനെ മുതിർന്നവർ, അങ്ങനെ ആ ഒരു ഓർഡറിൽ എല്ലാവരും തന്നെ താലപ്പൊലി പിടിച്ചു. അപ്പോൾ കയറി വരുമ്പോൾ അവർക്കൊരു സന്തോഷം, എറിയാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം, അങ്ങനെ എല്ലാവർക്കും സന്തോഷം. പ്രാർത്ഥനയോട് കൂടിയാണ്. സോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലിബിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിതാവിനും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ. പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങാറായപ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ചടങ്ങുകളൊക്കെ തുടങ്ങാറ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചേച്ചി, ഞങ്ങളൊരു കസിൻ ചേച്ചി തന്നെ സ്റ്റേജിലേക്ക് കയറി വന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അതിന് ശേഷമാണ് പിന്നെ മധുരം വെപ്പ് ശരിക്കുള്ള ഫംഗ്ഷനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. എന്തൊക്കെയല്ലേ ഒരു കല്യാണത്തിന് എന്തോരോ ആഘോഷങ്ങളാണ്. എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തലേ ദിവസം കുറച്ച് ബന്ധുക്കൾ വരും, കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോവും. അല്ലാണ്ട് വേറെ ഇങ്ങനെ മധുരം വെപ്പ് ഇങ്ങനെ ആയിട്ടുള്ളൊരു ഫംഗ്ഷനോ മഞ്ഞൾ കല്യാണം അങ്ങനത്തെ ഒരു ഫംഗ്ഷനോ സംഗീതമോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ ഓരോ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ ശരിക്കും കൊതിയാവാണ് കേട്ടോ. അന്നൊന്നും ഇങ്ങനത്തെ ഫാഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അനിയത്തിയുടെ ആ ഒരു ടൈമായിപ്പോൾ, ഏറ്റവും താഴെയുള്ള അനിയത്തിയുടെ ടൈമായിപ്പോൾ, കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയിപ്പോൾ ഇങ്ങനെ മധുരം വെപ്പ് ഫംഗ്ഷനൊക്കെ ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ചെക്കൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തേക്കും ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ പോകുന്ന ചടങ്ങ് ഇപ്പോൾ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ചെക്കന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ലേ? ചെക്കന്
മധുരം കൊടുക്കട്ടെ. നിങ്ങൾ ചെക്കന് മധുരം കൊടുക്കട്ടെ. കേട്ടു. റിബൺ ചാർത്തലാണ്. അതിനുവേണ്ടി സുബിന്റെ സിസ്റ്റർ ധന്യയെയും ബ്രദറിലോ അനൂപിനെയും ക്ഷണിക്കുന്നു. അപ്പം മധുരം കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി എന്ന് പറഞ്ഞിട്ട് ഒരു റിബൺ ഉണ്ടല്ലോ, അത് ചാർത്തി കൊടുക്കലായിരുന്നു അടുത്ത ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഈ ചന്ദനം ചാർത്തണ ചടങ്ങ്. അപ്പോൾ ചന്ദനം ഞാൻ ചിലപ്പോൾ എങ്ങനെ വല്ല ഇറിറ്റേഷൻ അങ്ങ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് പറഞ്ഞത് മുൾട്ടാനി മിട്ടിൽ റോസ് വാട്ടർ ചേർത്താൽ മതി കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആണ്, നമ്മുടെ സ്കിന്നിന് നല്ലതുമാണ്, വേറെ ഇറിറ്റേഷനും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടത് ചേട്ടൻ്റെ അമ്മേരെ ആങ്ങളമാരാണ് കേട്ടോ. നല്ല വൈബാണ്, എല്ലാ അച്ഛന്മാരും നല്ല അടുത്തതായി സുബിന്റെ ഫാമിലി മെമ്പേഴ്സിനെ ചന്ദനം ചാർത്താനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ ചെക്കനും പെണ്ണിനും ചന്ദനം ചാർത്താനൊക്കെ ആയിട്ട് ക്ഷണിച്ചു. ഇനി വേറെ ചടങ്ങുകളൊന്നും ഇല്ല. ഇനി ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ മാത്രമേ ഞാൻ കാണാനായിട്ടുള്ളൂ കേട്ടോ. അധികം താമസിയാതെ അതും വരും. നിങ്ങളേവരെയും സന്തോഷിപ്പിക്കുവാൻ സുബിന്റെ കസിൻസ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. സോ ലെറ്റ് us enjoy the dance performance. എനിക്ക് ആങ്കറായിട്ട് നിൽക്കണ കാരണം ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുപോയിട്ട് എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കുറേയൊക്കെ പാവം എൻ്റെ ചേട്ടൻ എടുത്തു തന്നു. പിന്നെ ചേട്ടൻ വിദഗ്ധമായിട്ട് കസിൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തേക്കുന്നത് എൻ്റെ കസിനാണ്, അസിൻ കുട്ടിയാണ് എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അച്ചു. ഇവരൊക്കെയാണ് എൻ്റെ ചേട്ടൻ്റെ ആൻറ്റിമാർ, മമ്മീര് അനീത്തിമാർ, ചേച്ചിമാർ, നാത്തൂമാർ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു സെറ്റിൽ. ചേട്ടൻ്റെ കസിൻസിനെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കാൻ പോണത് കേട്ടോ. അതിങ്ങനെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവരെ കാണിക്കാനും പറ്റി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ചാനലിൽ വീഡിയോയിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ആൻറ്റിമാർക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോണ്ടോ ഞാൻ എൻ്റെ ചാനലിൽ അവരിടണോണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോശമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ വർത്താനം പറയുന്നത് അതൊക്കെ നീ മ്യൂട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ഒരു കുഴപ്പമില്ല, പേടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാനായിട്ട് നേരെ ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരുടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാൻ. അതിനുവേണ്ടി നർത്തകികളായി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും ആർക്കൊന്നും അറിയൊന്നുമില്ല, നീതേച്ചിക്ക് മാത്രം നന്നായിട്ട് അറിയാം, വേറെ 2-3 പേർക്കും കൂടി അറിയാം. വേറെ കാര്യമായിട്ടൊന്നും ആൾക്കാർക്കൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ പിള്ളേരുകളും ഭയങ്കര നന്നായിട്ട് ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാ. അതേപോലെ തന്നെ അവരുടെ പരിപാടി നല്ല മനോഹരമായിരുന്നു. ഞങ്ങളുടെ മോശം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാണ്ടൊക്കെ കളിച്ചു. പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നമ്മയൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി അസിൻ, എനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് തന്ന മോളാണ് കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ചേട്ടൻ്റെ ചങ്കുകളാണ് കേട്ടോ. ചേട്ടൻ്റെ ഭയങ്കര വലിയ കൂട്ടുകാരാണ് ഫിനിച്ചേട്ടനും വിനിച്ചേട്ടനും. എൻ്റെ ചേട്ടൻ മാത്രമേ ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, കാരണം ചേട്ടനാണ് വീഡിയോ എടുത്ത് നടക്കണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കസിൻസിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ വിദഗ്ധമായി ചേട്ടൻ മുങ്ങി.
ഞങ്ങൾ കളിച്ച ഡാൻസിൻ്റെ ഒന്നും പാട്ട് ഇതിൽ വെക്കാൻ പറ്റിയില്ല, കോപ്പറേറ്റ് ഇഷ്യൂ വന്ന കാരണം, സോറി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരും ഓരോ സൈഡിൽ ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ഇരുന്നു. അതാണല്ലോ ഞങ്ങളുടെ ഉയിര്. ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും യൂട്യൂബ് ചാനൽ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറയാനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. എനിക്ക് ക്യാമറ ഉള്ള കാരണം ക്യാമറയിൽ വീഡിയോ എടുക്കും വേണം, ഇവരോട് വർത്താനം പറയും വേണം. ചാനൽ തുടങ്ങിയ പിന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ ഇടണം, അങ്ങനെ കണ്ടൻറ്റാക്കി ഇടണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. അത് കാരണം വീഡിയോ എടുക്കാണ്ടിരിക്കാനും വയ്യ, എന്ത് ചെയ്യണ്ടേ എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഇതൊക്കെ എൻ്റെ അനിയത്തി കുട്ടികളാണ് കേട്ടോ. ഇതൊക്കെ ചേച്ചിമാരും അനിയത്തി കുട്ടികളും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടിരുന്ന് വർത്താനം പറയണം. ഇപ്പം ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഫംഗ്ഷന് കൂടുക എന്നുള്ളതിനേക്കാളും വർത്താനം പറയാനായിട്ട് കിട്ടുന്ന ഒരു അവസരം മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മെയിൻ ശ്രദ്ധ. എന്തോരം വർത്താനം പറഞ്ഞ് കൂട്ടാന്ന് ഒരു എത്തും പിടുത്തമില്ല. ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും. പിന്നെ ചേച്ചിമാരുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ചേർക്കൂട്ടാ. അങ്ങനെ വേർതിരിവൊന്നുമില്ല, പക്ഷെ എന്നാലും ചില ഒരു ആംഗിളിലെത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വർത്താനങ്ങൾ പറയാം. ഹലോ, ബന്ധുക്കളാണ്.